സാധാരണ രീതിയിൽ നമ്മളൊരു സൈറ്റിൽ ഫൗണ്ടേഷൻ ചെയ്യുന്നതിന് മുന്നേ ആ ഏത് തരം ഫൗണ്ടേഷൻ നമുക്ക് യൂസ് ചെയ്യണം എന്ന് അറിയണമെങ്കിൽ ഒരു ടെസ്റ്റ് ബിറ്റ് ആദ്യം നമ്മൾ എടുക്കും. അതായത് ഒരു 4 ഫീറ്റ് വിഡ്ത്തും 4 ഫീറ്റ് ഡെപ്തും, അതുപോലെ തന്നെ അതിനുള്ള 4 വീതി 4 തിരിച്ചുള്ള വീതി ഹൈറ്റ് 4 അങ്ങനെ എടുക്കുന്ന ഒരു ടെസ്റ്റ് ബിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മണ്ണിന്റെ ഘടന അറിയാൻ പറ്റും. ചിലപ്പോൾ 4 ഫീറ്റിൽ നമുക്ക് ഹാർഡ് സ്റ്റാർട്ട് കിട്ടിയാൽ കുറച്ചുകൂടി കൂടുതൽ എടുത്ത് നോക്കാം. അപ്പോൾ അത് അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരുപാട് ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ ഇല്ലാതെ സെക്കൻഡും തേർഡൊക്കെ വരുന്ന മൾട്ടി സ്റ്റോറി ബിൽഡിംഗ് നമുക്ക് സോയിൽ എക്സ്പ്ലോറേഷൻ നടത്തണം, സോയിൽ ടെസ്റ്റ് ചെയ്യണം. കാരണം നമ്മൾ ഒരു ബോർവെൽ കുഴിക്കുന്ന രീതിയിൽ അവർ വന്നിട്ട് അതിന്റെ സാമ്പിൾസ് ചിലപ്പോൾ 10 മീറ്റർ അല്ലെങ്കിൽ അതിന്റെ ഹാർഡ് സ്റ്റാർട്ട് കണക്കാക്കുന്ന രീതിയിൽ അതിന് വാല്യൂ നമ്മൾ കണക്കാക്കുക. അതുപോലെ തന്നെ ലാബറട്ടറി ടെസ്റ്റുകളും ഉണ്ട്. അപ്പോൾ ഇതിന്റെ വാല്യൂ എടുത്തതിന് ശേഷമാണ് നമുക്ക് പൈലിൽ പോകണോ അല്ലെങ്കിൽ നമുക്ക് ഇതേപോലെ ഐസൊലേറ്റർ ഫുഡിങ് മതിയോ, ഇനി ഹാർഡ് സ്റ്റാർട്ട് ആണെങ്കിൽ നമുക്ക് കരിങ്കല്ല് പോകും, അതൊക്കെ നമ്മൾ അത് കഴിഞ്ഞിട്ടാണ് തീരുമാനിക്കുന്നത്. നോർമൽ കേസ് വീടുകൾക്കാണെങ്കിൽ നമുക്ക് ടെസ്റ്റ് ബിറ്റ് എടുത്താൽ മതി. 4 ഫീറ്റ് ഡെപ്ത് 4 ഫീറ്റിൽ എടുത്താൽ തന്നെ നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. അതല്ല നമുക്ക് ഒന്നുകൂടി ഹൈറ്റ് കൂടിയ ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് സോയിൽ എക്സ്പ്ലോറേഷൻ ടെസ്റ്റ് നടത്തുന്ന ആളുകളുണ്ട്, അവർ വിളിച്ചിട്ട് നമ്മുടെ ഭൂമിയുടെ ഘടന നമുക്ക് അറിയാൻ പറ്റും. വലിയ ഏരിയ ആണെങ്കിൽ ചിലപ്പോൾ 1 പോലെ 2 3 ഒക്കെ നമുക്ക് എടുക്കേണ്ടി വരും. അത് ഒരു സെക്ഷനിൽ ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് അത് എത്ര വേണമെന്നുള്ളത് ഉറപ്പിക്കാൻ പറ്റും.